ബദർ പോരാട്ട വിജയത്തിന് ശേഷം 3 നാൾ അവിടെ താമസിച്ച് ബന്ദികളെയും കൊണ്ട് പ്രവാചകൻ മദീന ലക്ഷ്യമാക്കി പുറപ്പെട്ടു. അങ്ങനെ സൊഫ്ര എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോൾ യുദ്ധക്കളത്തിൽ കാലുമുറിഞ്ഞ് പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്ന ഉബൈദ റളിയല്ലാഹു അൻഹു, 63 വയസ്സുള്ള ഉബൈദ റളിയല്ലാഹു അൻഹു രക്തസാക്ഷിയായി. അദ്ദേഹത്തെ അവിടെ തന്നെ മറമാടി പ്രവാചകൻ പിടിക്കപ്പെട്ട ബന്ദികളിൽ നിന്നും നളർ ഇബ്നു ഹാരിസ് എന്ന് പറയുന്ന മക്ക മുശ്രിക്കിനെ കൊണ്ടുവരാനും വധിക്കാനും ഉത്തരവിട്ടു. പണ്ട് പ്രവാചകൻ മക്കയിലായിരുന്നപ്പോൾ പ്രവാചകനെയും വിശ്വാസികളെയും ദ്രോഹിച്ചിരുന്ന, ആക്രമിച്ചിരുന്ന, പ്രവാചകനെ പറ്റി അങ്ങാടികളിൽ വളരെ മോശമായി നീചമായി പാട്ടുപാടി പ്രസംഗിച്ച് നടന്നിരുന്ന, പ്രവാചക നിന്ദ നടത്തിയിരുന്ന ആളായിരുന്നു നളർ ഇബ്നു ഹാരിസ്. മാത്രമല്ല പ്രവാചകനോടും ഇസ്ലാമിനോടും അതികഠിനമായി ശത്രുത പുലർത്തിയിരുന്ന ആളും കൂടിയായിരുന്നു നളർ ഇബ്നു ഹാരിസ്. ബദറിലേക്ക് വന്ന സൈന്യത്തിൻ്റെ പതാകവാഹകനായിരുന്ന നളർ ഇബ്നു ഹാരിസിനെ പ്രവാചകൻ കൽപ്പിച്ച പ്രകാരം അലി റളിയല്ലാഹു അൻഹു സഫ്രായിൽ വെച്ച് ശിക്ഷ നടപ്പാക്കി. പ്രവാചകനും സംഘവും യാത്ര തുടരുകയാണ്. അങ്ങനെ ഇർക്കുബിയ എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോൾ പ്രവാചകൻ ബന്ദികളിൽ നിന്നും ഉഖബത്ത് ബിൻ അബീ മുഅയ്ത്തിനെ കൊണ്ടുവരാൻ ഉത്തരവിട്ടു. ഈ ഉഖബത്ത് ബിൻ അബീ മുഅയ്ത്ത് ആയിരുന്നു മക്കയിൽ പ്രവാചകൻ സുജൂദിൽ കിടക്കുമ്പോൾ പ്രവാചകൻ്റെ ശിരസിൽ ഒട്ടകത്തിൻ്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാലയിട്ടിട്ടുണ്ടായിരുന്നത്. മറ്റൊരവസരത്തിൽ സുജൂദിൽ കിടക്കുന്ന പ്രവാചകൻ്റെ പിരടിയിൽ ചവിട്ടിയതും ഉഖബ തന്നെയായിരുന്നു. ഒരിക്കൽ പ്രവാചകൻ്റെ കഴുത്തിൽ തുണി മുറുക്കി വധിക്കാൻ ശ്രമിച്ചതും ഈ ഉഖബത്ത് ബിൻ അബീ മുഅയ്ത്ത് ആയിരുന്നു. അങ്ങനെ പ്രവാചകൻ ഉഖബത്തിനെ കൊണ്ടുവന്ന് വധശിക്ഷ നടപ്പാക്കാൻ ഉത്തരവിടുകയും ആസിർ ബിൻ സാബിത്ത് ആ ശിക്ഷ നടപ്പാക്കുകയും ചെയ്തു. ബാക്കിയുള്ള ബന്ദികളുമായി പ്രവാചകനും സഹാബത്തും മദീനയിലെത്തി. ബന്ദികളുടെ കാര്യം ചർച്ച ചെയ്യുകയാണ്. എന്തു ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നമുക്ക് മോചനദ്രവ്യം വാങ്ങി വിട്ടയക്കാം. ഇവരെല്ലാം നമുക്ക് വേണ്ടപ്പെട്ടവരാണ്, നമ്മുടെ ബന്ധുക്കളാണ്. നമുക്കിവരോട് ദയ കാണിക്കാം, സമ്പത്തും നമുക്ക് ലഭിക്കും, വരും കാലത്ത് അവർക്ക് സന്മാർഗം ലഭിച്ചേക്കാൻ അത് കാരണമാവുകയും ചെയ്യും എന്ന് അഭിപ്രായപ്പെട്ടു. എന്നാൽ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നമുക്കവരെ വധിക്കാം, അതും ബന്ധുക്കൾ തന്നെ വധിക്കട്ടെ. നമ്മുടെ ശത്രുക്കളോട് നമ്മളിൽ അനുകമ്പയില്ലെന്ന് അള്ളാഹുവിന് ബോധ്യപ്പെടട്ടെ എന്ന് ഉമർ റളിയല്ലാഹു അൻഹു അഭിപ്രായപ്പെട്ടു. പ്രവാചകൻ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ അഭിപ്രായം മാനിച്ച് അത് നടപ്പാക്കി. പിറ്റേ ദിവസം ഉമർ റളിയല്ലാഹു അൻഹു പ്രവാചകനെ കാണാൻ വന്നപ്പോൾ പ്രവാചകനും അബൂബക്കർ റളിയല്ലാഹു അൻഹുവും ഇരുന്ന് കരയുകയായിരുന്നു. എന്തിനാണ് താങ്കൾ കരയുന്നത് എന്ന് ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോൾ ബന്ദികളുടെ കാര്യത്തിൽ ഞങ്ങൾ സ്വീകരിച്ച നിലപാടിൽ വിമർശിച്ചുകൊണ്ട് ഖുർആനിക വചനം ഇറങ്ങിയിട്ടുണ്ടെന്ന്, അതുകൊണ്ടാണ് ഞങ്ങൾ കരയുന്നതെന്നും പ്രവാചകൻ മറുപടി പറഞ്ഞു. 8-ാം അധ്യായത്തിൽ 67-68 വചനങ്ങളിലായി അള്ളാഹു പറയുന്നു, ഒരു പ്രവാചകനും ശത്രുക്കളെ കീഴടക്കി നാട്ടിൽ ശക്തി പ്രാപിക്കുന്നത് വരെ എന്ന് പറഞ്ഞാൽ ആധിപത്യം സ്ഥാപിക്കുന്നത് വരെ, ശത്രുക്കൾ ഭയപ്പെട്ട് അക്രമം നിർത്തി ഒതുങ്ങിക്കൂടുന്നത് വരെ യുദ്ധത്തടവുകാരായി ആരും ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് അള്ളാഹു ഈ ആയത്തിലൂടെ സൂചിപ്പിക്കുന്നത്. മാത്രമല്ല, നിങ്ങൾ ഇഹലോക ക്ഷണിക നേട്ടം ആഗ്രഹിക്കുകയാണ്, അള്ളാഹു പരലോകത്തെ ഉദ്ദേശിക്കുന്നു. അള്ളാഹു യുക്തിമാനും പ്രതാപിയുമാണ്. അള്ളാഹുവിൽ നിന്ന് ഒരു മുൻവിധി വന്നില്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ ആ വാങ്ങിയതിൻ്റെ പേരിൽ നിങ്ങളെ വമ്പിച്ച ശിക്ഷ തന്നെ പിടികൂടുമായിരുന്നു എന്ന് അള്ളാഹു ഈ സൂക്തത്തിലൂടെ സൂചിപ്പിക്കുകയാണ്. ഇവിടെ മുൻകൂട്ടി വിധി എന്ന് പറഞ്ഞത് 47-ാം അധ്യായത്തിൽ 4-ാം സൂക്തത്തിൽ അള്ളാഹു പറഞ്ഞ, എന്നിട്ട് അവരോട് ദാക്ഷിണ്യം കാണിക്കുകയോ അല്ലെങ്കിൽ മോചനദ്രവ്യം വാങ്ങി വിട്ടയക്കുകയോ ചെയ്യുക എന്ന വചനമാണ് അള്ളാഹു സൂചിപ്പിച്ചത്. ഇത് യഥാർത്ഥത്തിൽ പോരാട്ടം നിർബന്ധമാക്കുന്നതിന് മുമ്പ് ഭൂമിയിൽ ശത്രുക്കളെക്കാൾ മേൽക്കൈ നേടുന്ന ഒരു സന്ദർഭത്തിൽ പ്രയോഗിക്കേണ്ടതാണ്. അധികാരം നേടുന്നതിന് മുമ്പ് ശത്രുക്കളെ മോചനദ്രവ്യം വാങ്ങി വിട്ടയക്കുന്നത് അപകടമാണ്. അവർ വീണ്ടും സംഘടിച്ച് നിങ്ങൾക്കെതിരെ ആക്രമണം അഴിച്ചു വിട്ടേക്കാം എന്നതിനാലാണ് നാഥൻ പ്രവാചകനോട് അങ്ങനെ പറഞ്ഞത്. അത് സത്യമായി പുലരുകയും ചെയ്തു. കാരണം ബദറിൽ മോചനദ്രവ്യം വാങ്ങി വിട്ടയക്കപ്പെട്ട ബന്ദികളിൽ പലരും പിന്നീട് ഉഹുദിൽ മുസ്ലിങ്ങൾക്കെതിരെ പോരാടാൻ വന്നിരുന്നു. അന്ന് ഞാനിനി ഒരു വിശ്വാസിയെയും ഉപദ്രവിക്കുകയില്ല, ഇനിയൊരു വിശ്വാസികൾക്കെതിരെ ഞാൻ പടപൊരുതുകയില്ല, നിങ്ങൾക്കെതിരെ ശത്രുക്കൾക്കൊപ്പം പോരാടില്ല എന്നെല്ലാം പറഞ്ഞ് കുടുംബത്തിൻ്റെ അവസ്ഥ പറഞ്ഞുകൊണ്ട് വെറുതെ വിടണമെന്ന് കേണപേക്ഷിച്ച അബൂ ഉസ്സത്തുൽ ജൗഹി എന്ന് പറയുന്ന ഒരാൾ
അദ്ദേഹത്തെ പ്രവാചകൻ പിന്നീട് വെറുതെ വിട്ടു. അയാൾ ഉഹദ് യുദ്ധത്തിലും ശത്രുക്കൾക്കൊപ്പം മുസ്ലിങ്ങൾക്കെതിരെ പോരാടാൻ വന്നിരുന്നു. അന്ന് ഉഹദിൻ്റെ പിറ്റേന്ന് പ്രവാചകൻ ഹംറാവുൽ അസദിലേക്ക് മാർച്ച് നടത്തി തിരിച്ചു വരുന്ന വഴി ഇവനെ പിടികൂടുകയും പ്രവാചകൻ താനുമായി ഉണ്ടാക്കിയ കരാർ നീ ലംഘിച്ചു എന്ന് പറഞ്ഞ് അബൂ ഉസ്സത്തുൽ ജംഹയ്ക്ക് അവിടെ വെച്ച് ശിക്ഷ നടപ്പാക്കി എന്നുള്ളതുമാണ് ചരിത്രം. അപ്പോൾ ഇതുപോലെ ശത്രുക്കൾ വീണ്ടും സംഘടിച്ച് നിങ്ങൾക്ക് നേരെ വരാം, അതുകൊണ്ട് നിങ്ങൾ ആധിപത്യം സ്ഥാപിക്കുന്നത് വരെ ബന്ദികൾ ഉണ്ടാവാൻ പാടില്ല എന്നാണ് അള്ളാഹു ഈ ആയത്തിലൂടെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ.